ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ മരണം മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തീരുന്നത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയായ 3-ാം ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. മമ്മൂട്ടിക്കൊപ്പം വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 4,92,00,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 5,02,00,000 രൂപയുമായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 9,94,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2 ദിവസം കൊണ്ട് 2,40,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 12,34,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി 2 ദിവസം കൊണ്ട് $2.09 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 18,86,00,000 രൂപ. അങ്ങനെ കളങ്കാവിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസത്തെ ഏറ്റവും ഒടുവിൽ വന്ന വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം 31,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 2 ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനവ് വന്നിട്ടുണ്ട്. ഇന്ന് 5.5-6 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 15,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ തന്നെ 15.5-16 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 46 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 36,55,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 72 കോടി രൂപയായിരുന്നു. 2 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 18 കോടി രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 90 കോടി രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത്. അതേസമയം 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമ വമ്പൻ ട്രെൻഡിംഗ് ആണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം ഈ സിനിമ 40 കോടി റേഞ്ചിലാണ് ഇന്ന് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ 100 കോടി റേഞ്ചിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 46 കോടി റേഞ്ചിൽ ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 58 കോടിയോളം രൂപ ഇന്ന് നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 145-150 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 140 കോടി രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.